ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിലേക്ക് ലോഡ് കൊണ്ടുപോവാണ്. ADR ലോഡാണ്. ADR എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോസീവ് പോലെയുള്ള, അതായത് ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലോഡ് ആണ് കൊണ്ടുപോകുന്നത്. അത് ഇച്ചിരി ചടങ്ങാണ്. ഫുള്ള് ബെൽറ്റ് അടിയും കാര്യങ്ങളും. പിന്നെ ലോഡ് കയറ്റാൻ പോകുന്ന അവിടെ തന്നെ ഒരു 100 ചെക്കിങ് ഉണ്ട്. വണ്ടി എല്ലാം കഴിഞ്ഞ് ലോഡ് കയറ്റി അങ്ങനെ ഇപ്പോൾ ഫ്രാൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസ് കയറി ഇപ്പോൾ ഡി റോഡാണ്. നമുക്ക് ഡി റോഡ് എന്ന് പറഞ്ഞാൽ മെയിൻ ഹൈവേ അല്ലാത്ത ചെറിയ ഹൈവേകൾ, ചെറിയ ചെറിയ വഴികളുണ്ട്. അങ്ങനത്തെ വഴിയാണ് തന്നേക്കുന്നത്. അപ്പോൾ അതിൽ പാർക്കിംഗ് ഒന്നുമില്ല, ടോയ്ലറ്റ് ഇല്ല, പാർക്കിംഗ് ഇല്ല, അങ്ങനത്തെ ഒരു റോഡാണ്. ഇപ്പം ഞാൻ എൻ്റെ 4.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടുള്ള ബ്രേക്കായി 45 മിനിറ്റ്. അതിനുവേണ്ടി വണ്ടി നിർത്തിയിരിക്കുന്ന സ്ഥലം കാണിച്ചു തരാം. റോഡ് സൈഡിൽ SOSലാണ് ഇട്ടേക്കുന്നത്. ഇങ്ങനെ ആക്ച്വലി ഇടാൻ പാടില്ല, പക്ഷേ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എൻ്റെ ടൈം തീരുന്നത് കൊണ്ട് ഞാൻ SOSൽ ഇട്ടേക്കുകയാണ്. സൈഡ് വ്യൂ ഉണ്ടോ? ഫ്രാൻസ്, ജർമ്മനി ഒക്കെ അത്യാവശ്യം നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. റോഡ് സൈഡിൽ കൂടെ കുറേ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കിൽ കണ്ട നല്ലൊരു ഒരു സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതിൻ്റെ ഒരു ഇത് ക്യാമറയിലായതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ. ഇങ്ങനെ നോക്കിയാൽ ചിലപ്പം അപ്പോൾ പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരാം. ജർമ്മനിയിൽ കണ്ടൊരു കാഴ്ചയാണ് ഗൈസ്. മാതാ അമൃതാനന്ദമായി ജർമ്മനിയിൽ വരുന്നുണ്ടെന്നാണോ എന്താണോ എന്തോ, പക്ഷെ ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ജർമ്മനിയിൽ വെച്ച് ഇന്നലെ കണ്ടതാണ് അത്, മാതാ അമൃതാനന്ദമായി ആ ഒരു പോസ്റ്റർ. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. ഇതേത് സ്ഥലം മാറിപ്പോയോ എന്നൊക്കെ ഉള്ള രീതിയിൽ. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളി 18/11 എന്ന ഡേറ്റ് കണ്ടത്. സോ അന്ന് മേ ബി ജർമ്മനിയിൽ വരുന്നുണ്ടായിരിക്കും. എനിവേസ്, ഇപ്പോൾ 2 പോലീസ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ടെൻഷനിലാണ്. പറയാൻ പറ്റില്ലേ, ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. ഈ ഒരു റോഡിൽ പാർക്കിംഗ് ഇല്ല എന്നുള്ളത് അവർക്കറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും എല്ലാം ഒരു ഭാഗ്യപരീക്ഷണമാണ്. ടെൻഷനാണ് ഭയങ്കര. ഫൈൻ അടിക്കുന്ന ചില്ലറ ഫൈനൊന്നുമല്ല, കിട്ടുന്ന ശമ്പളം 3/4 ആ വഴിക്കൊക്കെ അങ്ങ് പോകും. അതാണൊരു പ്രശ്നം. പിന്നെ എന്തോ പറയാൻ വേണ്ടി മറന്നുപോയല്ലോ. ശനി ഞായറൊക്കെ ഇനി തൊട്ട് ഗെയിമിങ് സ്ട്രീം ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഞാനധികവും ശനി ഞായർ ബ്രേക്ക് കിട്ടുമ്പം ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ സമയം പോകാൻ വേണ്ടി ചെയ്യുന്ന ഗെയിം കളിക്കാറുണ്ട്. വീട്ടിൽ പണ്ടേ ഗെയിമിങ് ഒരു ഹോബിയുള്ള ആളാണ്. സോ അപ്പോൾ അത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, നമ്മുടെ ചാനൽ ചെയ്യണോ വേണ്ടതെന്ന്. എന്തായാലും ആരെങ്കിലും ഒന്ന് അതിനെപ്പറ്റി ഒരു കമൻറ്റ് ചെയ്താൽ കൊള്ളാം. ഓക്കെ, ബൈ.